ശബരിമലയിൽ നടന്ന ആഗോള തട്ടിപ്പ് സംഗമത്തിലെ 3 സ്പോൺസർമാരെ പരിശോധിക്കുമ്പോൾ ആ 3 കൂട്ടർക്കും ഈ വാസവൻ മന്ത്രിയുമായിട്ടുള്ള അടുപ്പം വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഒന്ന് ധനലക്ഷ്മി ബാങ്ക്, ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക ബാങ്ക് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണത്. രണ്ടാമത്തത് കേരള ബാങ്ക്, കേരളത്തിലെ സഹകരണ മന്ത്രിയായ വാസവന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. 3 എന്നെങ്കിലും കിട്ടുമെന്ന് പറയുന്ന അദാനി ഗ്രൂപ്പ് എന്ന് വെച്ചാൽ പോർട്ട്, വിഴിഞ്ഞം തുറമുഖം, അതിന്റെ ചുമതലക്കാരനും ഈ മന്ത്രി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ശബരിമലയിലെ ആഗോള അയ്യപ്പ തട്ടിപ്പ് സംഗമത്തിൽ സ്പോൺസർമാരെ കണ്ടെത്തിയതും അതിൽ കൂടി ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം വ്യക്തിപരമായിട്ടും പാർട്ടിക്കും ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു വാസവന്റെ ലക്ഷ്യം. ഇതാരും ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി നടപ്പാക്കുന്ന ദൈനംദിനം ചെയ്യുന്ന രാഷ്ട്രീയമാണ് അഴിമതി എന്ന് പറയുന്നത്. ആ അഴിമതിയിൽ കൂടി പാർട്ടി വളർത്തുക, അതുപോലെ തന്നെ സ്വയം വളരുക, ഈ 2 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അത് അയ്യപ്പനെ ഇവിടെ കൂട്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇറങ്ങുന്നതിന് മുമ്പ്, അണയുന്നതിന് മുമ്പ് ആളിക്കത്തുക എന്നൊരു പ്രയോഗമുണ്ട്. അതേപോലെ തന്നെ ശബരിമലയെ മുച്ചോടും നശിപ്പിച്ച് കിട്ടാവുന്നത് പരമാവധി കുത്തിവാരിക്കൊണ്ട് പോകുക എന്നുള്ള വാസവന്റെ പ്രധാനപ്പെട്ട ആഗ്രഹം തന്നെയാണ് നടപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞെട്ടേണ്ട കാര്യമൊന്നും ആർക്കുമില്ല. കാരണം ഇതൊക്കെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലമായി ശീലങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ ഇന്നലെ തന്ത്രിക്ക് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് അത് തന്നെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വാസവന്റെ അജണ്ടയായിരുന്നു അയ്യപ്പ സംഗമം. അതിൽ കൂടി പരമാവധി പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹം കാണിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് തെറ്റല്ല, നമുക്കൊക്കെ തെറ്റായിട്ട് തോന്നുന്നത് വാസവന്റെ ശരി നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ് എന്ന് മാത്രമേ ഉള്ളൂ. യെസ്, അത് തന്നെയാണ്. അഡ്വക്കേറ്റ് അനിൽ, വളരെയധികം നന്ദി ഈ ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചതിന്, പ്രതികരിച്ചതിന്. വീണ്ടും